ഹൈ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചോ? ഓക്കെ, നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെറും ഒരു രണ്ടോ മൂന്നോ അല്ലെ മൂന്ന് നാല് സെന്റൻസ് ഒരു ദിവസം വെച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ആ പഠിക്കുന്ന സെന്റൻസുകൾ നമ്മൾ എങ്ങനെ അത് ഓർക്കും കേട്ട് കഴിയുമ്പോൾ ഒത്തിരി ഇതായിട്ട് തോന്നിയാലും ഈ പഠിക്കുന്ന സെന്റൻസുകളെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പഠിക്കണമെന്ന്. നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് നമുക്കറിയില്ലല്ലേ. അവിടെ ഉണ്ടായിരിക്കുമോ, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ്. അങ്ങനെയാകുമ്പം നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് നമുക്ക് ചോദിക്കണം. അതിന് നമ്മൾ എന്തായിരിക്കും പറയുന്നത്, മറുപടി പറയുന്നത്? നെഗറ്റീവ് ആൻസർ പറയാം, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ആൻസർ പറയാം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു ആൻസർ പറയാം. ഇതിൽ നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ ഒരു പ്രാവശ്യം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറയുകയുണ്ടായി, നമുക്ക് ഇത് പറഞ്ഞു തന്നാൽ അത് കൂടുതൽ അങ്ങ് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എഴുതി കാണിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അതിനെ ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓക്കെ, കമോൺ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ബോർഡിൽ നോക്കി ഒന്ന് പഠിച്ചാലോ? അങ്ങനെയാകുമ്പോൾ ഒരല്പം കൂടി എളുപ്പമാകുകയല്ലേ. അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഓക്കെ, കമോൺ, നമുക്ക് നമ്മുടെ ബോർഡിൽ എഴുതി നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, കമോൺ. Will you be there? Will you be there എന്ന് ചോദിച്ചാലോ, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമോ? Will you be there? അന്നേരം അതിന് ആൻസർ ആയിട്ട് നമ്മൾ ഉണ്ടെങ്കിലോ നമുക്ക് പറയാവുന്നതാണ്, യെസ് ഐ വിൽ ബി there. യെസ് ഐ വിൽ ബി there എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു, നമ്മൾ അവിടെ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മറുപടി കൊടുത്തു. അന്നേരം അടുത്ത പറയാണ് ഇഫ് ഇറ്റ് ഈസ് സോ. ഇഫ് ഇറ്റ് ഈസ് സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് ഇറ്റ് ഈസ് സോ, അങ്ങനെയാണെങ്കിൽ shall I come there at 9 o'clock? Shall I come there at 9 o'clock? അതിന്റെ അർത്ഥം എന്താണ്? shall I come, ഞാൻ വരട്ടെ. there, അവിടെ. എപ്പോൾ? at 9 o'clock. shall I come there at 9 o'clock? അങ്ങനെയാണെങ്കിൽ 9 മണിയാകുമ്പോൾ ഞാൻ അവിടെ വരട്ടെ എന്ന്. അന്നേരോ why not? I shall wait for you എന്ന് പറഞ്ഞാലോ അതിനെന്താന്ന്? അതിനൊരു കുഴപ്പമില്ല. I shall wait for you, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത് നോക്കൂ, 1 2 3 4 4 സെന്റൻസേ ഉള്ളൂ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 സെന്റൻസ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. വിൽ യു ബി there എന്ന് ചോദിക്കുന്നത് പോലെ നിങ്ങൾ ഇതിന്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്ന് ചോദിച്ചു നോക്കുക. അതുപോലെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് സോ ഷാൾ ഐ കം എന്നുള്ളതിന് വരട്ടെ എന്നുള്ളത് നമുക്ക് വെർബ് മാറ്റിയിട്ട് ചോദിക്കാം, ഈ ടൈം മാറ്റിയിട്ട് ചോദിക്കാം. അതുപോലെ ലെറ്റ്സ് ഉണ്ട് നമ്മൾ പഠിച്ചത് അല്ലേ. അതുപോലെ വൈ നോട്ട്, ഐ ഷാൽ വെയിറ്റ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതൊക്കെ നമുക്ക് സാധാരണ പറയേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള കുറെ സെന്റൻസുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, സാധാരണ സംസാരിക്കേണ്ടി വരുന്ന കുറച്ച് സെന്റൻസുകൾ നമ്മൾ പറയാൻ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ ഒരല്പം കൂടി പെട്ടെന്ന് ഏതാണ്ട് ഒരു 2-3 മാസത്തിനോടകം ഒരു കുറച്ച് ഇംഗ്ലീഷ് നമുക്ക് ബൈഹാർട്ടാക്കാൻ സാധിക്കുകയല്ലേ. നമ്മുടെ ഇംഗ്ലീഷിന്റെ ഇത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് ഉയർത്തിയെടുക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് അബൌട്ട് യു? എന്ത് തോന്നുന്നു? നമുക്ക് അതുപോലെ തന്നെ ഇത് തന്നെ ആയിരിക്കണമെന്നില്ല, നമുക്ക് മാറ്റിയൊക്കെ പറഞ്ഞു നോക്കാം. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കണം നമുക്ക്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത്? അന്നേരം നമുക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാൻ നമ്മുടെ സംസാര ഭാഷയിൽ അത്യാവശ്യം കടന്നു വരുന്ന ഒരു 3-4 സെന്റൻസ് വെച്ച് നമുക്ക് ഒരു ദിവസം പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ കൂടി നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അല്പം കൂടി നമുക്ക് സ്പീഡപ്പ് ആകുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഒന്ന് പറഞ്ഞ് ഈ സെന്റൻസുകൾ പറഞ്ഞ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലത്തെയല്ല, നമുക്ക് അതുപോലെ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടി വരുന്ന, നമ്മുടെ സംസാര മധ്യം ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെന്റൻസുകളിലൂടെ പഠിക്കാം കേട്ടോ. ഓക്കെ,
ഈ സെൻറ്റൻസുകൾ don't forget to see this video and try to get it by heart. By heart means you try to use these sentences in your conversations. Okay, see you in the next video with more details about these sentences and to how to speak. Okay, till we see in the next video. Bye.